Welcome back to Bina's Competitive Mastery Kodamangalam, and also welcome to our English class. So, my dear students, we were finished our last chapter, that is the best investment I ever made by A.J. Cronin. So, all of you studied the chapter? Yes. All of you write that questions and answers and all the activities to your notebook? Yes. Very good, students. So, shall we move to our next chapter? All of you ready? Yes. So, our next chapter is a poem, The Ballad of Father Gillian. This is the poem. And who's the author? Yes, William Butler Yeats. വില്യം ബട്ട്ലർ ഈറ്റ്സിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണെന്ത്? ദ ബലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പോയത്തിൽ പറയുന്നതെന്നൊക്കെ. ശരിക്കും വാട്ട് ഈസ് ദിസ് പോയം ഈസ് അബൌട്ട് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ ബലാഡ് ഓഫ് വില്യം ബട്ട്ലർ ഈറ്റ്സ്, ദ ഐറിഷ് പോയറ്റ്. ഹീ ഈസ് ആൻ Irish poet and Nobel laureate, tries to reveal, എന്താണ് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, how God pours his mercy on his children who are in misery. ഇപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് ഒരു പ്രീസ്റ്റിൻ്റെ ഒരു കവിതയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പ്രീസ്റ്റ് അവരുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചർച്ചിന് വേണ്ടിയിട്ട്, ചർച്ചിലുള്ള ആൾക്കാരെ, പുവറായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ചെന്ന് മീറ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നൊരു ഇതാണ് ഈ ഒരു കവിതയുടെ ഒരു ആശയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗോഡ് പോഴ്സ് ഹിസ് മേഴ്സി ഓൺ ഹിസ് ചിൽഡ്രൻ ഹു ആർ ഇൻ മിസറി. ആൻഡ് റീഡ് ദിസ് പോയം ആൻഡ് സീ ഹൗ ഹി പോഴ്സ് ഹിസ് കൈൻഡ്നെസ് upon a very old priest who renders his selfless service to his poor and miserable parishioners. എങ്ങനെ ദൈവം മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ നമുക്കറിയാം, മനുഷ്യരിൽ കൂടിയാണ് ദൈവം ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ മുൻപിൽ വന്നിട്ട് നമുക്കൊരാൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമ്മൾ ദൈവത്തിനെ കണ്ട പോലത്തെ ഒരു ഫീല് കിട്ടിയെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഈ ഒരു കവിത കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു കവിതയിൽ മൊത്തത്തിലുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ. ദൈവം മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ഒരു കവിതയിൽ എങ്ങനെയാണ് നമ്മുടെ ഫാദർ ഗില്ലിഗൺ അതാണ് മെയിൻ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഫാദർ ഗില്ലിഗൺ എന്ന് പറഞ്ഞ ഒരു പ്രീസ്റ്റിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു കവിതയാണിത്. എഴുതിയിരിക്കുന്നത് ആരാണ്? നമുക്കറിയാം ആരാണ്. വില്യം ബട്ട്ലർ ഈറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഓഥറിനെ പറ്റി ഒന്ന്, അല്ലെങ്കിൽ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് കവിതയിലേക്ക് പോകാം. നോക്കൂ, വില്യം Butler Yeats is an Irish poet and one of the foremost figures of 20th century literature. 20th century literature ഒരു മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു ഐറിഷ് പോയറ്റാണ് ആര്? വില്യം ബട്ട്ലർ ഈറ്റ്സ് എന്ന് പറയുന്നത്. വർഷം കണ്ടോ, 1865 to 1939. ദാറ്റ് മീൻസ് 20th century എന്നാണ് നമ്മൾ പറയുന്നത്. In 1923, he was awarded the Nobel Prize in Literature for his inspired poetry. Inspired poetry എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലിറ്ററേച്ചറിന് ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. Yeats is one of the few writers who completed his greatest work after being awarded the Nobel Prize, which include The Tower and The Winding Stair and other poems. കണ്ടോ, ഇത്രയും കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് വലിയ വലിയ അവാർഡ് കിട്ടിയിരിക്കുന്ന ഒരു ലിറ്ററേച്ചറിസ്റ്റ് ഓർ പോയറ്റാണ് നമ്മുടെ ആര്? വില്യം ബട്ട്ലർ ഈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഫേമസ് ആണ്, നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന ഒരു പോയറ്റാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 20th century. എന്തിനാണ് കിട്ടിയിരിക്കുന്നത്? ഫോർ ഇൻസ്പയർഡ് പോയട്രീസ് ആയ ഏതൊക്കെയാണ്? നോബൽ പ്രൈസ് വിച്ച് ഇൻക്ലൂഡ് ദ ടവർ, ദ വിൻഡിങ് സ്റ്റെയർ ആൻഡ് അതർ പോയിംസ് എന്ന് പറയുന്ന 3 പോയത്തിനാണ് ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാം മനസ്സിലായോ വില്യം ബട്ട്ലർ ഈറ്റ്സ് ആരാന്ന്? ഹി വാസ് ആൻ ഫേമസ് പോയറ്റ്. So students, let's move to our poem. Before that, we can see that some sentences
in the beginning of the poem. So let's read. In the story, the best investment I ever made, you saw how a helping hand transformed Mr. John into a selfless supporter of humanity. Right? നമ്മൾ കണ്ടു അല്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ. In the last chapter, we want to see that Mr. John's life was changed into something special, or that was very wonderful life. How it's become a wonderful life? Yes, he serves his life into youth. So much of youth's life is miserable in this time. Some students were into the drug addiction, and all those bad habits were included in their life. Because of what? Because of his looseness of society. Yes, in these things were shared in our last class. All of you remember these things? Yes, okay students, and move to our chapter. Go through the following poem, The Ballad of Father Gillian by W.B. Yeats, that is William Butler Yeats, about Father Gillian who rendered selfless service to the poor and needy in his parish. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ എന്തായിരുന്നു നമ്മുടെ ഫാദർ ഗിൽഗൻ എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ് ഈ ഒരു പോയത്തിലുള്ളത്. ഹു ഇസ് ദ മെയിൻ ക്യാരക്ടർ? യെസ്, ഫാദർ ഗിൽഗൻ. ആൻഡ് എന്താണ് നമ്മുടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈറ്റ്സ് എന്താ പറയുന്നത് ഇവിടെ? എബൌട്ട് ഫാദർ ഗിൽഗനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹി വാസ് ടോക്കിംഗ് എബൌട്ട് ദി ഫാദർ ഗിൽഗൻ ഹു റെൻഡേർഡ് സെൽഫ്ലെസ് സർവീസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സെൽഫ്ലെസ് സർവീസ്, സ്വന്തമായിട്ട് ഒരു സർവീസ് ചെയ്യുക. ആർക്കാണ് സർവീസ് ചെയ്യുന്നത്? ടു ദ പുവർ പീപ്പിൾസ്, ടു ദി പുവർ പീപ്പിൾസ്. അപ്പോൾ നമ്മളത് എങ്ങനെ പറയും? ഫാദർ ഗിൽഗൻ ഹു റെൻഡേർഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ തന്നെ കൊടുക്കുക ഒരാൾക്ക് എന്ന് പറയുന്നൊരു, അതിന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് റെൻഡേർഡ് എന്ന് പറയുന്നത്. റെൻഡേർഡ് സെൽഫ്ലെസ് സർവീസ് ടു ദി പുവർ പീപ്പിൾ ആൻഡ് ദ നീഡി ഇൻ ഹിസ് പാരിഷ്. അവരുടെ പാരിഷ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇടവക അല്ലേ? ഇടവകയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ സഹായങ്ങൾ ചെയ്യുക എന്നതാണ് നമ്മുടെ ഫാദർ ഗിൽഗൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇൻ ദിസ് പോയം ഈസ് എബൌട്ട് ദ ഫാദർ ഗിൽഗൻ ഹു റെൻഡേഴ്സ് ഹിസ് സെൽഫ്ലെസ് സർവീസ് ടു ദി പുവർ പീപ്പിൾസ് ഓഫ് ഹിസ് പാരിഷ്. ഇതാണ് നമ്മുടെ പോയത്തിൻ്റെ ആശയം. എല്ലാവരും ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? സോ വി വിൽ മൂവ് ടു അവർ പോയം. വാട്ട് ഈസ് ദ നെയിം ഓഫ് അവർ പോയം? യെസ്, ദ ബallad ഓഫ് ഫാദർ ഗിൽഗൻ. വാട്ട് യു മീൻ ബൈ ബallad? ബallad എന്ന് വെച്ചാൽ എന്താ അറിയോ? ബallad എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പോയം ഓർ സോങ് നറേറ്റിംഗ് എ സ്റ്റോറി ഇൻ ഷോർട്ട് സ്റ്റാൻസ. ഒരു പോയത്തിനെയോ ഒരു പോയമോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ എങ്ങനെയാണ് നറേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ സ്റ്റോറി പോലെ, ഷോർട്ട് സ്റ്റാൻസയിൽ ഒരു സ്റ്റോറി പോലെ നറേറ്റ് ചെയ്യുന്ന കവിതേനെയോ കഥകളെയോ പറയുന്നതാണ് എന്ത്? ബലാഡ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എൻ ബലാഡാണ്. മനസ്സിലായോ എന്താ ബലാഡ് എന്ന് വെച്ചാൽ? അപ്പോൾ ആരുടെ ബലാഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഫാദർ ഗിൽഗൻ്റെ ബലാഡാണ്. ഹൂ ഇസ് ദ ഓഥർ? യെസ്, W.B. Yeats അല്ലെങ്കിൽ വില്യം ബട്ട്ലർ യീറ്റ്സ് ആണ് ഈ ഒരു കവിത അല്ലെങ്കിൽ ഒരു ബലാഡ് എന്ന് പറഞ്ഞാൽ മതി, ബലാഡ് എഴുതിയിരിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു അവർ സ്റ്റാൻസാസ്. The old priest Peter Gillian was barely night and day, for half his flock were in their beds, or under green sods lay. Once while he nodded in a chair at the moth hour of the eve, another poor man sent for him, and he began to grieve. ഈ രണ്ട് സ്റ്റാൻസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So in this first stanza, the first line of that poem, the old priest Gillian, that was our main character. The priest named Peter Gillian was very night and day, for half his flock were in their beds or under green sod lay. ഈ ഒരു സ്റ്റാൻസ് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? സോ മച്ച് ഓഫ് വെറൈറ്റി വേർഡ്സ് അവിടെ കുറേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത്? കുറേ നൈറ്റുണ്ട്, ഡേ ഉണ്ട്, ഫ്ലോക്കുണ്ട്, അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതുകൊണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മീനിങ്സ് ഒന്ന് പോയി നോക്കാം അല്ലേ.
ദ വെരി നൈറ്റ് ആൻഡ് ഡേ. വെരി എന്ന് വെച്ചാൽ എന്താണ്? വെരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയേർഡിനെ പറയുന്നതാണ്. ടയേർഡ്, വളരെ തളർന്നിരിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ 2 ലൈൻസ് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ. നമ്മുടെ പ്രീസ്റ്റ് ഗില്ലിഗൻ ഭയങ്കര ദുഃഖിച്ച് അല്ലെങ്കിൽ ടയേർഡായിട്ട് ഡേ ടു നൈറ്റ് വരെ ഇങ്ങനെ ഇരിക്കുകയാണ്. For half his flock were in their beds or under green sods lay. And in this line, you want to see that one word is called flock. What do you mean by flock? Flock എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഇൻ ദ പാരിഷ്. പാരിഷിലുള്ള ഓരോ വ്യക്തികളെയും പറയുന്നതാണ് എന്ത്? ഫ്ലോക്ക്. ഈ വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഫ്ലോക്സ് ഇൻ മൈ പാരിഷ്. പാരിഷിലുള്ള ആൾക്കാരെ പറയുന്നത്, പീപ്പിൾ ഇൻ ദ പാരിഷ്, അവരെ പറയുന്നതാണ് എന്ത്? ഫ്ലോക്ക്. ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക് വെർ ഇൻ ദെയർ ബെഡ്സ് ഓർ അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ. അപ്പം ഈ ഒരു ലൈൻ നോക്കിക്കേ, പാരിഷിലുള്ള പകുതി മുക്കാൽ ആൾക്കാരും ബെഡിലാണ്. അവിടെ ഒരു ഓറും കൂട്ടിട്ടിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ. അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീൻ സോഡ്സ് ലേ ഗ്രീൻ സോഡ് എന്ന് പറഞ്ഞാൽ പുല്ല് കൊണ്ടുണ്ടാക്കിയ മൺകട്ട. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ പുല്ലൊക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൺകട്ടയിൽ അവർ കിടന്നുറങ്ങുകയാണ്. ദാറ്റ് മീൻസ് വാട്ട്? ദേ വർ ഡെഡ്. അപ്പോൾ ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാദർ ഗില്ലിഗൻ വളരെ ടയേർഡാണ്. ഡേ ടു നൈറ്റ് ഹി വാസ് വെരി ടയേർഡ് ബിക്കോസ് ഓഫ് ഹി വാസ് റിമെമ്പർ ഹിസ് പാരിഷ് മെമ്പേഴ്സ്. പാരിഷിലുള്ള ഓരോ വ്യക്തികളെയും നമ്മുടെ ഫാദർ ഓർക്കുന്നുണ്ട്. ആൻഡ് എന്താണ് അവർക്ക് പറ്റിയത്? ദേ വർ ഡൈഡ്. സോ മച്ച് ഓഫ് പീപ്പിൾസ് വർ ഡൈഡ് ബിക്കോസ് ഓഫ് വാട്ട്? എന്താണ് റീസൺ? ഒന്നും അറിയില്ല. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ നമ്മുടെ ഫാദർ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻസ കൊണ്ട് നമ്മുടെ പോയിറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ. For half of his flock were in their beds or under green sods lay. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് നമ്മൾ പോകണം. Once, while he nodded in a chair at the moth hour of the eve, another poor man sent for him, and he began to grieve. While he nodded in a chair at the moth hour of the eve. മോത്ത് എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന തന്നെ ഒരു മോത്ത്, ഒരു ബ്രൗൺ കളർ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എന്നല്ല അതിനെ പറയുന്നത്, മോത്ത് എന്നാണ് അതിനെ പറയുന്നത്. മോത്ത് ഇറങ്ങണ ഏത് സമയത്താണ്? ഒരു 7 മണി, 6:30, 7 മണി, 7:30 ആ ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഇറങ്ങണത് അല്ലേ? അപ്പം കാണിച്ചിരിക്കുന്ന ആ ഒരു സമയത്തിനെ കാണിച്ചിരിക്കണതിനെ ഉദ്ദേശിക്കാനായിട്ടാണ് എന്തിവിടെ കൊടുത്തിരിക്കുന്നത്? മോത്ത്. എനിക്ക് മോത്തിറങ്ങുന്ന സമയം എപ്പോഴാണ്? ഈവനിങ് ആണ്, അല്ലെങ്കിൽ സന്ധ്യാസമയത്താണ് മോത്തിറങ്ങുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ഫാദർ എവിടെ ഇരിക്കുകയാണ്? നമ്മുടെ ചെയറിൽ അല്ലെങ്കിൽ വരാന്തയിൽ ഒരു ചെയറിൽ ഇങ്ങനെ തല ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആട്ടി, നമ്മളിങ്ങനെ നമ്മുടെ പഴയ ഗ്രാൻഡ് ഫാദറൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചെയറിൽ? അവരുടെ ആ ഒരു സ്റ്റൈലും ആ ഒരു ഇതും എല്ലാം ഇരിക്കുന്ന ആ ഒരു സ്റ്റൈലിനെയാണ് ആ ഒരു വരിയിൽ കാണിച്ചിരിക്കുന്നത്. Once while he nodded in a chair at the moth hour of the eve. ഈവനിങ്ങിൽ ആ മോത്തിറങ്ങുന്ന സമയം അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് പുറത്ത് ചെയറിൽ നമ്മുടെ ഫാദർ ഗില്ലിഗൻ ഇരിക്കുകയാണ്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? Another poor man sent for him and he began to grieve. ഒരു പുറത്ത് നിന്നൊരാൾ വരുന്നു. അയാൾ എങ്ങനെയാണ്? He began to grieve. വളരെ സങ്കടത്തിലാണ്. ഗ്രീവ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കടപ്പെട്ട് ഇരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഗ്രീവ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ 2 ലൈൻസും ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഒരുപാടല്ല, ഒരു 2-3 വേർഡ്സ് ആണെങ്കിലും അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട തരത്തിലുള്ള വേർഡ്സ് ആണ്. ഓക്കെ. വെരി നൈറ്റ് ആൻഡ് ഡേ ഫ്ലോക്ക് വെയർ ഇൻ ദെയർ ബെഡ്സ് ഓർ അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ. അല്ലേ? മരിച്ചു കിടക്കുന്നതായിട്ട് കാണിക്കാനാണ് ആ ഒരു വർണ്ണനയാണ് അതൊക്കെ, ഗ്രീൻ നോട്ട്സ് ലേ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ആൻഡ് മോത്ത് അവർ ഓഫ് ദ ഈവ്. പിന്നെ അതുപോലെ തന്നെ അനദർ പുവർ മാൻ സെൻറ്റ് ഫോർ ഹിം ഹി ബിഗാൻ ടു ഗ്രീവ്. പുള്ളി സങ്കടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഫാദറിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ. ഇത്രയും മനസ്സിലായോ? ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റാൻസയിലെ മീനിങ്സ് എന്താണെന്ന് നിങ്ങൾ എഴുതി പോവുക കേട്ടോ.
അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്റ്റാൻസസ്. ഫസ്റ്റ് 2 സ്റ്റാൻസയിലെ മീനിങ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. In this first stanza, the poet says that an old priest named Peter Gilligan was feeling tired with the passing of every day and night. Because of what? Because most of his congregation were either sick or were already dead and buried. കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സഭയിലെ ആൾക്കാർ അല്ലെങ്കിൽ പള്ളിയിലെ ആൾക്കാർ വളരെ എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു സങ്കടത്തിൽ നമ്മുടെ ഫാദർ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിലെ മീനിങ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ നോക്കുമ്പോൾ എന്താണ്? In this stanza, second stanza, the poet describes one evening when the swarm of moths had come at the same time. That means an evening time. They usually do, and Father Gillian was about to fall asleep in his chair. നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ തല ആട്ടി ഉറങ്ങാതെ ഇങ്ങനെ തല മാത്രം ഇങ്ങനെ നോഡ് ചെയ്തുകൊണ്ട് ചെയറിലിരിക്കുന്ന ആ ഒരു സന്ധ്യാസമയത്ത് just at that time he was called for and he began greatly distressed. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുന്നു. പുള്ളി എങ്ങനെയാണ്? ഹി വാസ് വെരി ഗ്രീവായിട്ട് വളരെ ദുഃഖിച്ച് ഇല്ലെങ്കിൽ ഭയങ്കര ഡിസ്ട്രെസ്ഡ് ആയിട്ട് ഒരാൾ പുറത്തുനിന്ന് വരുന്നു. ഇതാണ് ഈ 2 സ്റ്റാൻസയുടെ മീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ സ്റ്റാൻസ മീനിങ്സ് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി പോവാട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ? നമ്മൾ പറഞ്ഞു ഒരുപാട് വേർഡ്സ് ഉണ്ട് ഇതിൽ. ഫ്ലോക്ക് എന്ന് പറഞ്ഞാലും ഗ്രീൻ ഷോർട്സ് ഉണ്ട്. വേരി എന്താണ്? ടയേർഡായിട്ടിരിക്കുക. ഒരുപാട് വേർഡ്സ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മീനിങ്സ് ഒന്ന് നോക്കാം. മീനിങ്സ് എന്താണ്? വേരി എന്താ? യെസ്, വി ഓൾറെഡി സെഡ് ദാറ്റ് മീൻസ് ടയേർഡായിട്ടിരിക്കുക. ആൻഡ് ഫ്ലോക്ക്, ദ പീപ്പിൾ ഇൻ ദ പാരിഷിലുള്ള പീപ്പിൾസിനെ പറയുന്ന ഒരു പേരാണ് ഫ്ലോക്ക് പീപ്പിൾ ഇൻ ദി പാരിഷ്. മോത്ത് എന്താണ്? നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബ്രൗൺ കളർ ജസ്റ്റ് ലൈക്ക് എ ബട്ടർഫ്ലൈ. എ വിങ്ഡ് നോക്ടേണൽ ഇൻസെക്റ്റ് കേട്ടോ, നോക്ടേണൽ ഇൻസെക്റ്റ് ആണത്. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഈസ് നോഡ്, ടു മൂവ് വൺസ് ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ ടു ഷോ എഗ്രിമെൻറ്റ്. ഇങ്ങനെ എഗ്രിമെൻറ്റ് വേണമെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വി ജസ്റ്റ് മൂവ് അവർ ഹെഡ് ഇൻ ടു 2 sides ഇൻ എ സ്മോൾ വേ ഓർ ലിറ്റിൽ വേ. അതിനെയാണ് നമ്മൾ പറയുന്നത് നോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഈസ് ഗ്രീൻ സോൾട്ട്. വാട്ട് യു മീൻ ബൈ ഗ്രീൻ സോൾട്ട്? എങ്ങനെയായിരുന്നു ലൈൻ? ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക് വെയർ ഇൻ ദെയർ ബെഡ്സ് ഓർ അണ്ടർ ഗ്രീൻ സോൾട്ട്സ് ലേ. ഫ്ലാറ്റ് പീസ് ഓഫ് എർത്ത് വിത്ത് ഗ്രാസ്. ഒരു ചെറിയൊരു ലാൻഡ് ഭാഗത്തിൽ ഗ്രാസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഗ്രീൻ സോഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വേർഡ് ഈസ് ഗ്രീഫ്. ദാറ്റ് മീൻസ് ടു മേക്ക് യു ഫീൽ സാഡ്. ഗ്രീഫ് മീൻസ് വാസ് ഡിസ്ട്രെസ്ഡ്, ഫീൽ സോ സാഡ്. ദാറ്റ് ഈസ് ഗ്രീഫ്, ടു മേക്ക് യു ഫീൽ സാഡ്. ഓക്കെ ആണോ? സോ ഓൾ ഓഫ് യു റൈറ്റ് ദിസ് മീനിങ്സ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, നമുക്കിനി അതിൻ്റെ ആ സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കിപ്പോ കേട്ടോ. ഈ 2 സ്റ്റാൻസയിൽ തന്നെ വരുന്ന സൈഡ് ക്വസ്റ്റ്യൻസ് 4 എണ്ണമാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻസയിൽ നിന്ന് വരുന്നത്. ഓക്കെ, അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ഫാദർ ഗില്ലിഗൻ വെരി നൈറ്റ് ആൻഡ് ഡേ? എന്തുകൊണ്ടാണ് നമ്മുടെ ഫാദർ ഗില്ലിഗൻ വളരെ ദുഃഖിച്ചിരിക്കുന്നത്? ഡേ ടു നൈറ്റ് വരെ നമ്മുടെ ഫാദർ വാസ് വെരി ഗ്രീവ് ഓർ ഗ്രീവ് ആൻഡ് വെരി ഫീലിംഗ് ആണ് നമ്മുടെ ഫാദറിനുള്ളത്. വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് അല്ലേ? നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ റീസൺ. ഫാദർ ഗില്ലിഗൻ വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ ബിക്കോസ് ഹാഫ് ഓഫ് ഹിസ് പാരിഷ്നേഴ്സ് നമ്മൾ പഠിച്ച വേറൊരു വേർഡ് എന്താ? യെസ്, ഫ്ലോക്ക്. പാരിഷ്നേഴ്സ് വർ എയ്തർ സിക്ക് ഓർ ഡെഡ്. വളരെ അസുഖം വന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. He had to perform his priestly duties to them and so he was tired day and night. സോ നമ്മുടെ ഫാദർ നമ്മുടെ ഈ ഒരു മരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെല്ലണം? കുർബാന ചെല്ലണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. അത് എല്ലാ ദിവസവും ചെയ്തിട്ടാണ് നമ്മുടെ ഫാദർ വളരെ ടയേർഡായിട്ടിരിക്കുന്നതെന്നാണ്
പറയുന്നത്. അപ്പം അതിൻ്റെ കാരണം മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഫാദർ ടയേർഡായത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ അവിടെ, എന്തുകൊണ്ടാണ് ഫാദർ ആദ്യം തന്നെ ഇങ്ങനെ ടയേർഡായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്തായിരുന്നു? ദ പാരീഷണേഴ്സ് വാസ് ഡെഡ്. ഈച്ച് ഡേ ദ പാരീഷണേഴ്സ് ഓർ ദ ഫ്ലോക്സ് were dead because of some problems, or they face so much of sick and dead, and he had to perform his priestly duties to them, and so he was tired day and night. Okay, so ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വേർഡ് ഫ്ലോക്ക്? ഫ്ലോക്ക് എന്ന് പറഞ്ഞ വേർഡിനെ പറ്റി അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലോക്ക് ഈസ് ദ കളക്റ്റീവ് നൗൺ മീനിങ് ഇൻ എ കളക്ഷൻ ഓഫ് ഷീപ്പ്. In Christianity, the parish priest is supposed to be the shepherd and the parishioners are the flock. നമുക്കറിയാം, നമ്മളൊരു വചനം കേട്ടിട്ടില്ലേ, നല്ല ഇടയൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിറ്റീനെ പറയുന്നത് നല്ല ഇടയന്മാരായിട്ടാണ് അല്ലേ. അപ്പോൾ കളക്ഷൻ ഓഫ് ഷീപ്പ്, നല്ല ഇടയന്മാരായിട്ടാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു ഫ്ലോക്ക് എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് എ കളക്റ്റീവ് നൗൺ. അതൊരു കളക്റ്റീവ് നൗണാണ്. ആൻഡ് ദ പാരിഷ് പ്രീസ്റ്റ് ഈസ് സപ്പോസ് ടു ബി ദ ഷെപ്പേർഡ്. നമ്മുടെ പാരിഷ് ഷീപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല ഇടയനായിട്ട്, നമ്മളെന്താണ് ഷീപ്പും നമ്മളെ മേയ്ക്കുന്ന നല്ല വഴിയിലേക്ക് നടത്തുന്ന ആളാരാണ്? നമ്മുടെ ഷെപ്പേർഡാണല്ലേ. ഷെപ്പേർഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ആരെയാണ്? നമ്മുടെ ഇവിടുത്തെ ഫാദറിനെയാണ്. ആൻഡ് ദ പാരീഷണേഴ്സ് ആർ ദ ഫ്ലോക്ക്. അതുകൊണ്ടാണ് നമ്മുടെ പാരീഷണേഴ്സിനെ ഫ്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആടിൻ്റെ കൂട്ടം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതിൻ്റെ റീസൺ ഇതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഫ്ലോക്ക് എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് ഒന്നുകൂടി വായിക്കാം. ഫ്ലോക്ക് ഈസ് ദി കളക്റ്റീവ് നൗൺ മീനിങ് എ കളക്ഷൻ ഓഫ് ഷീപ്പ്. In Christianity, the parish priest is supposed to be the shepherd and the parishioners are the flock. And we will move to our third question, that is, why were his flock either in bed or lying under greensward? എന്തുകൊണ്ടാണ് പാരീഷണേഴ്സ് അല്ലെങ്കിൽ ഫ്ലോക്സ് ഇവിടെ കിടക്കുന്നു, ബെഡിൽ കിടക്കുന്നു, ഇല്ലെങ്കിൽ ലൈങ് അണ്ടർ ഗ്രീൻ സോഡ് എന്ന് പറയുന്നതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലൈൻ അവിടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേർഡ്സ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിസ് ഫ്ലോക്ക് വർ എയ്തർ ഇൻ ബെഡ് ഓർ ലൈങ് അണ്ടർ ഗ്രീൻ സോഡ് ബിക്കോസ് ആൻ എപ്പിഡമിക് ഹാഡ് ഹിറ്റ് ദ പാരിഷ്. പീപ്പിൾ വർ സിക്ക് ആൻഡ് ഡൈ. എന്തുകൊണ്ടാണ് നമ്മുടെ പാരീഷണേഴ്സ് മരിക്കുന്നു അല്ലേ? എന്തുകൊണ്ടായിരിക്കും? അവിടെ ഒരു അസുഖം പിടിപെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കൊറോണയാണല്ലോ, ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ അവസ്ഥ ഇതായിരിക്കും അല്ലേ. എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഈ ഒരു അവസ്ഥനെ ഇതിൽ ആപ്റ്റാണ്. കൊറോണ സിറ്റുവേഷനിൽ, കൊറോണ കാലം എന്ന് പറയുന്നത് ഈ ഒരു കവിതയ്ക്ക് ആപ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് വായിച്ചിട്ട്. സോ ദാറ്റ്സ് വൈ ഹിസ് ഫ്ലോക്ക് വർ എയ്തർ ഇൻ ബെഡ് ഓർ lying under green sword because an epidemic had hit the parish. നമ്മുടെ പാരിഷ് ഒരു എപ്പിഡമിക്ക് വന്ന് പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാരിഷ് പീപ്പിൾസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ പോയിട്ട് പറയണം. സോ ഈ രണ്ട് സ്റ്റാൻസയിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. Why did another man send for Father Gillian? Why is the man referred to as poor? അല്ലേ, നമ്മൾ ലാസ്റ്റത്തെ ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസിൽ പഠിച്ചു. ഒരു പുതിയ ആൾ വരുന്നുണ്ട്. പുള്ളിനെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഒരു പുവർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പുവർ മാനിനെ അങ്ങോട്ടേക്ക് വിട്ടു എന്ന് പറയുന്നതായിട്ടാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. Why did another man send for Father Gillian? Why is the man referred to as poor? നമുക്ക് ആൻസർ നോക്കാം. Father Gillian was needed to give the sick man his sacrament of anything the sick. He is referred to as poor person. He is poor in soul. A person with sin is supposed to be poor in soul, as he will not get heaven if he dies in a state of sin. Poor person എന്ന് പറയുന്ന റീസൺ എന്തായിരിക്കും? Yes, he was not doing any fall in their life. He was not fell in the bad situations in his life. That was the reason behind we just called him the poor person എന്ന് വിളിക്കുന്നതിൻ്റെ റീസൺ അതാണ്. സോ
എന്താണ് പറയുന്നത്, ഫാദർ ഗില്ലിഗൻ വാസ് നീഡഡ് ടു ഗീവ് ദ സിക്ക് മാൻ ഹിസ് സാക്രമെൻറ്റ് ഓഫ് എനിത്തിങ് ദ സിക്ക്. ഹീസ് റെഫർ ടു ആസ് പുവർ. അതുകൊണ്ടാണ് പുള്ളിനെ പുവർ ആണെന്ന് പറയുന്നതും. ആൻഡ് ബിക്കോസ് ഹീസ് പുവർ ഇൻ സോൾ. നമ്മൾ ആത്മാവിൽ വളരെ പാവമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കും കൂടി ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യും അല്ലേ, ഈ വാസ് എ വെരി പുവർ പേഴ്സൺ നമ്മൾ പറയാറില്ല, പാവം കുട്ടിയാണത്. എന്തുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നത്, നമുക്കത് കാണുമ്പോൾ തന്നെ, ആ കുട്ടീനെ കാണുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് വരുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. സോ ഹി വാസ് വെരി പുവർ, ഹി വാസ് വെരി പ്യുവർ ഇൻ ഹിസ് soul. That was the reason behind we were calling that person poor people. Okay, person with sin is supposed to be poor in soul, as he will not get heaven if he dies in a state of sin. പിന്നെന്താണ് ലാസ്റ്റ് പറയുന്നത്, നമ്മൾക്കൊരു പാപം ഉണ്ടെങ്കിൽ ആ പാപം വെച്ച് നമുക്ക് ഒരിക്കലും സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല അല്ലേ. നമ്മൾ ഒരാളിൽ പാവമായിട്ട് കാണുന്ന ഒരാളുടെ ഉള്ളിൽ എന്തായിരിക്കും, ചിലപ്പോൾ വേറെ കാര്യങ്ങളായിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്ക് സ്വർഗം കിട്ടുമോ? ഇല്ല. സോ അതൊക്കെയാണ് ഈ ഒരു പുവർ പേഴ്സൺ എന്ന് പറയാനുള്ള കാരണമെന്നാണ് നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക, സ്റ്റാൻസാസ് നന്നായിട്ട് വായിക്കുക, സ്റ്റാൻസയുടെ സമ്മറി പഠിക്കുക. ഓക്കെ, മീനിങ്സ് നന്നായിട്ട് നോക്കുക, സൈഡിൽ എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതിയെന്ന്. ഓക്കെ ആണോ? ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. So thank you. We will see next class.